ഡോക്ടർ, അതുപോലെ തന്നെ ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. അപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് നമ്മളോട് ചേർന്ന് ഗുഡ് മോർണിംഗ് കേരളം എന്ന പ്രോഗ്രാമിലൂടെ ഒരു സന്ദേശം നമ്മളോട് പറയുകയുണ്ടായി. അതായത് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണത്. ആനന്ദത്തോടെ ഇതിന് നമുക്ക് മറികടക്കാം എന്നതാണ് പറയുന്നത്. നമുക്ക് വീണ ജോർജ് മന്ത്രിയുടെ ആ വാക്കുകളിലേക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ആസൂത്രണം ചെയ്തത് ഒരു വർഷം നീളുന്ന ക്യാമ്പയിനാണ്. അത് ഹെൽത്തി ലൈഫ് എന്നുള്ളതാണ് നമ്മുടെ ആശയം. അപ്പോൾ അതിനുവേണ്ടി അതുകൊണ്ടാണ് ഇതൊരു പോസിറ്റീവ് നോട്ടിലാണ്. ആരോഗ്യം ആനന്ദം, അതായത് ആരോഗ്യത്തിലൂടെ ആനന്ദം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഭയത്തെ അതിജീവിക്കുക എന്നുള്ളത്, ഈ ക്യാൻസറിനെ സംബന്ധിച്ച് ഭൂരിപക്ഷം ആളുകളോട് സംസാരിക്കും എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പേടിയാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇനി എങ്ങാണമായെങ്കിൽ എന്ത് ചെയ്യും. അതോടൊപ്പം തന്നെ പിന്നീട് ഉണ്ടാകുന്ന വ്യക്തിപരവും കുടുംബപരവും തൊഴിൽപരവും ഒക്കെ ആയിട്ടുള്ള ചിലപ്പോൾ സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി ചേർക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഏറ്റവും അധികം 70% സ്ത്രീകളാണ്. വളരെ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളാണ്. അതായത് ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കപ്പെട്ട തൊഴിൽ ചെയ്യുന്ന എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സെക്രട്ടേറിയറ്റ് എന്നുള്ളതല്ല എല്ലായിടത്തും. പക്ഷേ ഞാൻ അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് എടുത്താൽ അവിടെ ഈ രീതിയിൽ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയരായിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു ഭയം കാരണം ബഹുഭൂരിപക്ഷം ആളുകളും ഒരു 98% ആളുകളും പരിശോധിക്കുന്നില്ല. അപ്പോൾ നമുക്കിത് മറികടക്കണമെന്നുള്ളത്, നമുക്കൊരു ബിഹേവിയറൽ ചേഞ്ചാണ് ആവശ്യം. ഡോക്ടർ, ഇപ്പം നമ്മൾ മന്ത്രിയുടെ വാക്കുകൾ കേട്ടിരുന്നു. ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പം വർദ്ധിച്ചു വരികയാണ്. അതിനകത്ത് മെയിനായിട്ട് വരുന്ന കാര്യമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ക്യാൻസർ, അതായത് ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ 65,000-ഓളം പേർക്ക് കേരളത്തിൽ തന്നെ ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിനു വേണ്ട എല്ലാ രീതിയിലുള്ള ഇതും സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇൻഷുറൻസ് ആയാലും കാരുണ്യ, അങ്ങനെ ഒത്തിരി പദ്ധതികളിലൂടെ നമുക്കിത് കിട്ടുന്നുണ്ട്. സർക്കാർ തലത്തിൽ എന്തൊക്കെയാണ് ഇതിലിപ്പം വന്നിരിക്കുന്നത്? മന്ത്രിയുടെ വാക്കുകളെ നമുക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, ഈ രോഗത്തെ നേരത്തെ കണ്ടെത്തുന്നതിന് നമുക്ക് നിലനിൽക്കുന്നത് ഒരു നിഷേധാത്മകമായ ഒരു സമീപനമാണ്. പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ആരോഗ്യ സ്ഥാപനത്തിലാണ്. ഇതിനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകൾ, നഴ്സുമാർ, സ്ത്രീ ഡോക്ടർമാർ, ഇവരൊക്കെ പോലും വിചാരിക്കുന്നത് ഇതൊന്നും ഞങ്ങൾക്ക് വരില്ല എന്നൊരു പൊതുബോധമാണ്. അല്ലെങ്കിൽ വരട്ടെ, എന്തിനാണ് നേരത്തെ കാണുന്നത്. ഈ ഒരു പൊതുബോധത്തെ, നമ്മുടെ മനസ്സിലുള്ള ഒരു കൃത്രിമമായ ആത്മവിശ്വാസത്തെ നമ്മൾ തകർത്തെറിയണം. ഏതൊരു മനുഷ്യനും കടന്നു വരാവുന്ന ഒരു സാഹചര്യം മാത്രമാണുള്ളത്. ഇന്നൊരു ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സീനിയർ വളരെ നിർബന്ധപൂർവം അവരുടെ യൂണിറ്റിലുള്ള എല്ലാവരെയും സ്ക്രീനിങ്ങിന് വിധേയമാക്കി അതിൽ നിന്ന് കാണാതിരുന്നൊരു രോഗം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കുകയും അദ്ദേഹം ഊർജ്ജസ്വലമായി ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളാണ്. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് പൂർണ്ണമായും ഈ രോഗം ഭേദമാക്കാൻ സാധിക്കും. ഇന്ന് കേരളത്തിൽ നമുക്ക് ഏറ്റവും പ്രധാന പ്രശ്നം 90%, 75 മുതൽ 90% രോഗങ്ങളും അഡ്വാൻസ്ഡ് സ്റ്റേജിൽ, അതായത് ഒരു രോഗത്തിന്റെ 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേജിലാണ് നാം കണ്ടെത്തുന്നത്. അവിടെ നമ്മൾ എന്ത് സൗജന്യ ചികിത്സാ പദ്ധതികൾ നടപ്പാക്കിയിട്ടും കാര്യമില്ല. അവരുടെ സർവൈവൽ വളരെ മോശമായിരിക്കും, അവരുടെ സർവൈവൽ വളരെ പരിമിതമായിരിക്കും, അവർക്ക് ജീവിക്കാനുള്ള സാധ്യത കുറയും. എന്നാൽ നാം വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ ഈ ക്യാൻസറുകൾ കണ്ടെത്തുന്ന 1ാമത്തെയോ 2ാമത്തെയോ സ്റ്റേജിലാണ്. അവിടെ അവരുടെ ജീവിത സാധ്യത വളരെ വർദ്ധിക്കുകയാണ്. അവിടെ അവർക്ക് ചികിത്സയ്ക്ക് ചെലവ് കുറയുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായി ഇന്ന് നമുക്ക് മുന്നോട്ട് വരാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പദ്ധതിയിലൂടെ നാം ഒരുമിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ, സ്ത്രീകളാണ് ഈ ക്യാമ്പയിൻ നയിക്കുന്നത്, സ്ത്രീകളാണ് ഇവിടെ സ്ക്രീനിങ് നടത്തുന്നത്. ഈ സ്ക്രീനിങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് പോലെ, ആരോഗ്യ വകുപ്പ് ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് ഈ അസുഖത്തെ നേരത്തെ 1ാമത്തെയോ 2ാമത്തെയോ സ്റ്റേജിൽ കണ്ടെത്തി പൂർണ്ണമായും ഭേദമാക്കാം. അതിന് സമ്പൂർണ്ണ സജ്ജമായ ഒരു ആരോഗ്യ സംവിധാനം കേരളത്തിലുണ്ട് എന്ന് ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് നിസ്സംശയം പറയാം.